வேலு இந்த இடம் எங்க ஏரியாடி மாட்டியா? நான் சொன்ன உங்க ஏரியாவா? இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்கேயுமே எனக்கு பயம் கிடையாதுடா. ஏன்னா ஆல் ஏரியாவிலயும் ஐயா கில்லிடா. அப்படியே கொஞ்சம் திருப்பி பாருங்கண்ணா. ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ പടമായിട്ടുള്ള നമ്മുടെ സ്വന്തം തളപതി വിജയുടെ ഗില്ലി. തളപതി വിജയ് എന്ന് പറയുന്ന സ്വന്തം ഫസ്റ്റ് നമ്മളെ വായിൽ വരുന്ന പേരുകളാണ്. ഒന്ന് ഗില്ലി, അത് കഴിഞ്ഞ പോക്കിരി, അങ്ങനെ കുറെ പടങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഇറങ്ങിയ കുറെ പടങ്ങൾ, തൃഷ തളപതി കോംബോ, പിന്നെ അതുപോലെ തന്നെ പ്രകാശ് രാജ് ആ ഒരു കോംബോ. ആ സിനിമയിനകത്ത് അവരെ മൂന്ന് പേര് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും അല്ലെ. ശരിക്കും വാരിസ് ഇറങ്ങിയപ്പോ തന്നെ നമ്മളോട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂവി റിയാക്ഷൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ മൂവിയുടെ ഡയറക്ടർ ധരണിയാണ്. അതുപോലെ തന്നെ കിടിലം പാട്ടുകളുള്ള സിനിമയാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗറാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് സോങ്ങുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ മൂവി കാണാനായിട്ട് ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ലല്ലോ ആ സമയത്ത്. കാരണം വെച്ചാൽ ആ സമയത്ത് അങ്ങനെ നല്ല അവൈലബിലിറ്റി ഒക്കെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല എവിടേക്കെല്ലോ കുറച്ച് കോമഡി സീൻസും നല്ല ആക്ഷൻ സീനൊക്കെ കണ്ടു എന്നല്ലാണ്ട് കംപ്ലീറ്റ്ലി ഒരു ഫുൾ ലെങ്ത് ആയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും കാണാം. ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ തുടങ്ങാം അല്ലെ. റെഡി അല്ലേ? തളപതി വിജയ് ആ കാണിക്കുന്ന ഒരു പഴയ സ്റ്റൈല് അല്ലേ. ആ സമയത്ത് ആയിരിക്കും. ഓ മറ്റേ സോങ് കബഡി കബഡി അല്ല, പാട്ടുണ്ട് പാട്ടുണ്ട്. ഇതിനിടക്ക് സൺ ടി വി ഇട്ടുണ്ടായിരുന്നു, ക്ലാരിറ്റി. കബഡി 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 കബഡി. തളപതിനെ കാണിക്കുന്നില്ല പക്ഷെ അല്ലെ, ആ ഒരു ഓട്ടം ഭയങ്കര ഫേമസ് അല്ലേ. ആ പോക്കിരി വൈബ്. ഇതിന് ശേഷല്ലേ പോക്കിരി. ജോഗിങ് പോലെ അതന്നെയാണോ അറിയില്ല കേട്ടോ. എന്താ കിട്ടും മ്യൂസിക് അല്ലേ. അതെന്നുവെച്ചാ വിദ്യാജിയുടെ ആ ഒരു സാധനല്ലേ, രസാണ് കേൾക്കാൻ. ഇവിടെ ഏകദേശം കാണിച്ചല്ലോ. ശരിക്കും ഫസ്റ്റ് സീൻ തൊട്ട് കാണിക്കുന്നല്ലോ പണ്ട് രജനി സാറിനുള്ള പോലെ. ആ സമയം നല്ല രസമായിരിക്കും അറിയാത് അല്ലെ. ഒരു ഇൻട്രോ ഇപ്പോഴും ഫ്രഷ് ഉണ്ട്. ബീജം പോലെ കളഞ്ഞല്ലേ. வேலு இந்த இடம் எங்க ஏரியாடி மாட்டியா? நான் சொன்ன உங்க ஏரியாவா? இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்கேயுமே எனக்கு பயம் கிடையாதுடா. ஏன்னா ஆல் ஏரியாவிலயும் ஐயா கில்லிடா. அப்படியே கொஞ்சம் திருப்பி பாருங்கண்ணா. ഓ இந்த ഏരിയ அந்த ഏരിയ ആ ട്യൂണിലല്ലേ ഡയലോഗ്. ஜப்பரு உதாரெல்லாம் நாளைக்கு நம்ம கபடி மேட்ச்ல மோதும்ல, அங்க காட்டுங்க பாக்கலாம். அடி போட்ட കബഡിന്റെ മെയിനാണ്. ஏய் சிவா வாங்கடா. ஏய் நரி கிட்ட வெச்சினே உடம்பல கறி இருக்காதே. அந்த புள்ளி ராஜாவுக்கு
போங்க சரியான அளவு போய் சேரு. ആ സമയത്ത് സംഭവം കണ്ണാടി നോക്കട്ടെ. ഇത്ര വർഷം കഴിഞ്ഞ ആ സമയത്തൊന്നും കാണാൻ ഇപ്പൊ നമ്മൾ അത്രയും പുതിയ പുതിയ സിനിമകൾ കണ്ടിട്ടേ. തിയേറ്റർ ആഘോഷമായിരിക്കും. ആ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള സാധനമുണ്ട്. ഫസ്റ്റ് ഇട്ടിട്ട് തന്നെ കാണിക്കുന്നില്ല ഭയങ്കരമായിട്ട്. ആ തല്ലടക്കം ആ ഒരു പഴയ ഫോർമാറ്റ് നല്ല രസമാണ്. എന്തോരം മാറ്റങ്ങളാണല്ലേ അല്ലേ? പക്ഷെ തളപതിയുടെ ആ ഒരു സ്റ്റൈലില്ലേ പിടിക്കുന്ന ഭയങ്കര മുടി ആ സമയത്ത്. മറ്റേ കടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടായിരുന്നോ കൊണ്ട് വെച്ചിട്ട്. ഇങ്ങനെ ഭയങ്കര കോമഡി ഉണ്ട്. തുടക്കം തൊട്ടേ കാണുന്നില്ലേ ഡയലോഗ് ഡെലിവറി ഒക്കെ. ആ അത് താഴെ കാണിച്ചാണ്ടോ. ഓ സംവാദമാണ് പഴയ സിനിമകൾ നമ്മളിപ്പോ കാണുന്ന സമയത്ത്. ലോജിക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് കാണണം. പക്ഷെ അതൊക്കെ മാറ്റി വെക്കുമ്പോ കട്ട എന്റർടൈൻമെന്റ് ആണ് സംഭവം. ഇപ്പോഴല്ലേ നമ്മള് ലോജിക്കൊക്കെ നോക്കാൻ തുടങ്ങിയത്. എല്ലാരും വീഴാൻ തുടങ്ങിയില്ലേ? ഇതുണ്ടാവില്ലേ വിക്ക് ആ സമയത്ത് ഓണത്തില് സൈക്കിൾ സ്റ്റൈല് ഗ്രിപ്പിനാണ് അത് ഇട്ടേക്കണേ. തെന്നിപ്പോയില്ലേ? അത് കട്ട എന്റർടൈനേഴ്സ് ആണ് കേട്ടോ. അതും ആ തല്ലിന് ഭയങ്കര ഇത്. ഡയലോഗ് അല്ലേ മേലിരിക്കാൻ താഴെയിരിക്കുന്നു. രണ്ടുപേരും കറക്റ്റ് കയറിൽ തൂങ്ങിക്കണം. എവിടെ വെച്ചു കൊടുക്കുന്നത്? கபடி ஆடலாம், கிரிக்கெட் ஆடலாம், பரதநாட்டியம் ஆடலாம், கத்தகளி கூட ஆடலாம்டா. ஆனா ஆணவத்துல மட்டும் ஆடவே கூட வச்சு அப்படி ஆடினு வச்சுக்க
അവിടെ അന്തർപൾട്ടി தான் இப்போ ஓ விட்டுடுத்து என்ன பண்ணுவேன் அதாலும் அசிஷிக்கிறது யாரடி ஆதிவாசி சார். ஆதிவாசி மெட்ராஸ் நம்ம பூர்வீக சார். அதனால எல்லாரும் அப்படியே கூடுவாங்க. அவர் ஒரு வாழ்க்கையில ஈரப்பாட்டங்கள். இது ஒரு அழகிய நலகாலம். நம்மளாத்தில் மாபயத்தை ഓ അടിയൊന്നും അറിയാത്ത പോലെ എസ്കേപ്പ് ചെയ്യണ്. என்னடா அது காயம்? புலி பொறாண்டிச்சு சார். புலி? என் ஃப்ரெண்டு பேரு புலிவேசு. ஆசையோ கை வச்சானா ரத்தம் வந்துச்சு. நகம் பட்டா பாய்சன் ஆக்கு. Hey, you better mind your language and try to control yourself. Understand? அண்டர்ஸ்டாண்ட். அட கொண்டாடி டைட்டானிக் மாதிரி ஜுராசிக் பார்க் பகுதியில் படகல் பார்க் பகுதியில் இந்த ஒயின் ஷாப் போகல பேட் பாய்ஸ். புரியல உங்களுக்கு? எஸ்கேப் ஆகி வீட்ல போய் தண்ணி அடிக்க சொல்ற போலீஸ்கார். போய் தொலைடா போறேன். போலீஸ்கார் டிக்கெட்லாம் பாக்குது போலீஸ்கார். தட்டில இருந்து கை எடுக்க போலீஸ்கார். ഭീകരങ്ങളൊക്കെ പറ. போலீஸ்கார் இன்னைக்கு தமிழ்நாட்டுல என்ன மாதிரி சுமரான பசங்க தான் மன்மத ராசா போலீஸ்கார். போலீஸ்கார் கை எடுக்க போலீஸ்கார். டேமேஜ் ஆன டேங்க் லாரி மாதிரி இருக்கு. உனக்கு இமேஜ். பொன்னி. ஏய், எங்கடா உங்க லீடர்? சொன்னா விட தான் சொல்லுவேன்.